ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സവാളയുടെയൊക്കെ തൊലിയില്ലേ, അത് വെച്ച് അടിപൊളി പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാവരും കാണണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് സവാളയുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ പൂവിൻ്റെ ഇതള പോലെ ഇതേപോലെ മുറിച്ച് കൊടുക്കണം. ഇത് സിമ്പിളായിട്ടുള്ള പൂക്കളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവാളയുടെ തൊലിയൊക്കെ കളയാതെ ഇതേപോലെ ഓരോ പൂക്കളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ പറ്റും വീടുകളിൽ. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫ്ലോറൽ കമ്പിയാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. സിൽവറിൻ്റെ ഉണ്ട്, ഗോൾഡിൻ്റെ ഉണ്ട്. അതൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ക്രേപ്പ് പേപ്പർ. ഇത് ഇതേപോലെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഇതേപോലെ തേച്ച് കൊടുക്കണം. ഇനി ഈ കമ്പി ഒന്ന് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. അതിലേക്കാണ് നമ്മൾ ഈ ക്രേപ്പ് പേപ്പർ ചുറ്റി കൊടുക്കേണ്ടത്. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു ഗ്രീൻ ടേപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഓരോ പെറ്റൽസും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 എണ്ണം വെച്ചാണ് ഒരു പൂവിന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പൂ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് മുട്ടുകളാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതേപോലെ ചുരുട്ടിയിട്ട് ഇതേപോലെ കമ്പിക്കുള്ളിൽ വെച്ച് കൊടുക്കണം. ഇനി ഞാനൊരു സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ചുറ്റുമ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒരു നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം. ഇങ്ങനെയാണ് മുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും മുട്ടുകൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ഒരു അലൂമിനിയം കമ്പിയാണ്. ഇച്ചിരി നീളമുള്ളത് വേണം. അതിനകത്തേക്ക് നമ്മൾ ഓരോ മുട്ടുകളും ഇതേപോലെ ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. മുട്ടുകൾ ചുറ്റി കൊടുത്തതിന് ശേഷം ഓരോ പൂക്കളും ഇതേപോലെ ചുറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.